ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ നമ്മൾ ചെറിയൊരു ട്രിപ്പ് വന്നേക്കാണ്. വേറെ എങ്ങോട്ടുമില്ല, പരുന്തുംപാറയിലാണ്. ആക്ച്വലി നമ്മളിവിടെ ഒരു തവണ വന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങനെ സംസാരിച്ച് വലുതായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നും ഇല്ല. കുറച്ച് വീഡിയോ ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ഒരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന്. അപ്പോഴത്തേക്കിന് നമ്മൾ കുറച്ച് ക്ലിപ്പൊക്കെ ഇവിടെ എല്ലാം കൂടെ വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് കാണാം. പ്രത്യേകിച്ച് അങ്ങനെ ഈ വ്ളോഗിൻ്റെ അകത്തൊന്നുമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സംസാരിക്കാൻ എനിക്കങ്ങനെ സംസാരിക്കല്ലേ. നമ്മൾ ഇൻറ്റേൺഷിപ്പൊക്കെ കഴിഞ്ഞിട്ട് 2 ദിവസം മുന്നെയാണ് വന്നത്. അവിടുത്തെ ഫുഡെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ അവിടുന്ന് എല്ലാവർക്കും ഫുഡ് പോയ്സണൊക്കെ അടിച്ചിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ കോളേജ് തുറക്കും, അതെന്നാ ജൂൺ 5 കഴിഞ്ഞിട്ട് അറിയത്തുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ എക്സാംസ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എക്സാം ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ റെക്കോർഡ് കുറേ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇനി ഈ ഗ്യാപ്പിലിരുന്ന് ചെയ്യണം. പക്ഷെ എനിക്കങ്ങ് വയ്യ, നമുക്ക് മടുത്ത്. എങ്ങനെയെങ്കിലും ക്ലാസ്സൊക്കെ ഒന്ന് തീർന്നാൽ മതിയെന്നേ ഉള്ളൂ. അപ്പോൾ റെക്കോർഡൊക്കെ എഴുതണം. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കുഞ്ഞു ട്രിപ്പൊക്കെ പോകുന്ന മനസ്സിൻ്റെ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അതൊക്കെയാണ്. അത്രയൊക്കെ ഉള്ളൂ ഈ വ്ളോഗിൽ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ് ചാണകത്തിൽ ചവിട്ടി ഗൈസ്. നമ്മൾ എന്തൊക്കെ വന്നാലും നമ്മൾ ചാണകത്തിൽ ചവിട്ടാൻ പാടില്ല. അതാണ് ഏറ്റവും ഒരു ശരിയെന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു ന്യായം. ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടിയായിരുന്നു. മുടി വെട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് വെട്ടിയത്. അതെനിക്ക് അത്യാവശ്യം കുഞ്ഞിലെ തൊട്ട് നല്ല ലോങ് ഹെയർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ഷോർട്ട് ഹെയർ ആക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ അത് വെട്ടണമെന്നൊന്ന് ആലോചിച്ച് നോക്കി എനിക്ക് വെട്ടാൻ തോന്നത്തില്ല. അപ്പോൾ ഞാൻ പറയും വേണ്ട, വെട്ടണ്ട, അങ്ങനെ മനസ്സ് പറയത്തുള്ളൂ. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് എനിക്ക് വെട്ടാൻ തോന്നിയപ്പോഴേ ഞാൻ അങ്ങ് മുടി വെട്ടിക്കളഞ്ഞു. ഇപ്പോൾ വെട്ടിയപ്പം ഇവിടെ ലെങ്ത് ഉണ്ട്, ബാക്കിൽ ലെങ്ത് ഇല്ല. കുറേ പേര് എന്നോട് പറഞ്ഞു മുടി വെട്ടിയത് ശരിയായില്ല, നിനക്ക് വല്ല പാർലറിൽ പോയി വെട്ടത്തില്ലേ, ഇത് ലെങ്ത് വ്യത്യാസം ഉണ്ടല്ലോ, ഇതാന്നൊക്കെ. പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ബാക്കിലധികം ലെങ്ത് ഇല്ലാതെ, പക്ഷെ സൈഡിൽ നമ്മൾ ഇപ്പം ഇങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേക്കിനും ഇറങ്ങിക്കിടക്കണം, ഇവിടുന്ന് പോകാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലാണ് എനിക്കിഷ്ടം. ഞാനത് വെട്ടിയപ്പോൾ എങ്ങനെയോ അങ്ങനെ ഒരു രീതിയിലായി. പിന്നെ എന്തിനാ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം മറ്റുള്ളവരുടെ വാക്ക് കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ആഫ്റ്റർ ഓൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. അപ്പം ഹെയർ സ്റ്റൈൽ വെട്ടിയതാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. പട്ടം മേടിച്ച് പറത്താൻ വേണ്ടിയിട്ട്, അതാണെങ്കിൽ എന്ത് ചെയ്താൽ ആ പട്ടം പൊങ്ങുന്നില്ല. കുറേ നേരം അങ്ങോട്ടും കാറ്റൊക്കെ പോയി. പിന്നെ ആണെങ്കിൽ ഇങ്ങനെ നോക്കി മോശം ഇപ്പം പട്ടം പറത്തിയിട്ടുണ്ട്. എന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പോയി ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കളിക്കാണ് ഗൈസ്. അപ്പം നമ്മൾ ഇത്രയും പേരൊക്കെയാണ് ട്രിപ്പിന് വന്നേക്കുന്നത്. ഇതാണ് ഗൈസ് നമ്മുടെ ട്രിപ്പ്. ഇത്രേ ഉള്ളൂ. ഇവിടെ വരിക, ചായ കുടിക്കുക, പോവുക. എന്തിനോ വേണ്ടിയിട്ട് തിളയ്ക്കുന്ന സാമ്പാർ കറി. ഫൈനലി പട്ടം പറന്ന് ഗൈസ്. അങ്ങനെ നമ്മൾ ആരംഭിക്കാൻ പാവം എവിടെയായിരുന്നു. ഓർഡറേ അത് ഇത് ടാഗോർ ഹെഡ്, അത് ഇതിവിടെ എങ്ങാണ്ടുണ്ട്. നല്ല വൈബൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്കാനത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഞാൻ എൻ്റെ ഈ വ്ളോഗ് എൻഡ് ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് ഫുഡ് വന്നിട്ട് കാണാം. ഫുഡൊക്കെ
ഇപ്പം ലൈറ്റ് പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീഡിയോ ആയിട്ട് കാണാൻ അതുവരെ പൊട്ടിക്ക് പൊട്ടിക്ക് പൊട്ടിക്ക്. ഞാനാ